ശതാബ്ദിയുടെ ഭാഗമായി എറണാകുളം കരയോഗം ചെറായിയിൽ ആരംഭിക്കുന്ന രാധേശ്യാം ഗോപികാ ഭവനം 12-ന് തുറക്കും. വിവിധ കാരണങ്ങളാൽ മാതാപിതാക്കൾക്ക് സംരക്ഷിക്കാനാകാത്ത 10 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ കരയോഗം ഇവിടെ താമസിപ്പിച്ച് സംരക്ഷിക്കും. 50 പെൺകുട്ടികൾക്കാണ് പ്രവേശനം. ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി അഭയം, പരിചരണം, പഠനം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ആദ്യത്തെ പടി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഈ 12-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് പുതിയ കെട്ടിടം ഏകദേശം 17,000 സ്ക്വയർ ഫീറ്റാണ്. കിച്ചണും ഡൈനിങ് ഹോളും താമസിക്കാൻ 15,000 സ്ക്വയർ ഫീറ്റ് അടക്കം 17,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗാണ് ഈ നാട്ടിലേക്ക് സമർപ്പിക്കുന്നത്. ഇനി കുറേ കടമ്പകളുണ്ട്. കൊച്ചു കുട്ടികളെ, പെൺകുട്ടികളെ എടുത്ത് സംരക്ഷിച്ച് നോക്കണമെന്നാണ്. പെൺകുട്ടികളെ ജയിലിലടച്ച് കൂട്ടിയിട്ട് വളർത്തുന്ന രീതി ആയിരിക്കില്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ തുറന്ന് അവർക്ക് സ്വതന്ത്രമായി ഇടപെടാനും പറയാനും വരാനും കഴിയുന്ന അച്ഛനമ്മയും ഉള്ള കുട്ടികളോ ഇല്ലാത്ത കുട്ടികളോ എന്നല്ല, ഇല്ലാത്ത കുട്ടികളെ എടുക്കുന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള അച്ഛനുണ്ടാവും, ഏതെങ്കിലും കാരണങ്ങളാൽ അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ടാവും, അമ്മയ്ക്ക് സ്വയമായി കൊണ്ടുനടക്കാൻ പറ്റാത്തതുണ്ടാവും, അല്ല അച്ഛനും അമ്മയും ഏതെങ്കിലും കാരണത്താൽ ഒഴിവാക്കപ്പെട്ടവരുണ്ടാവും. ആ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട എന്ന് വെച്ച് പറയാം, പല കാരണങ്ങളുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്തത്തോടെ കൊണ്ട് ഏൽപ്പിക്കുന്ന കുട്ടികളെ, ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികളെ ഏറ്റെടുക്കുക എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്കീം. 18 വയസ്സ് വരെ, 18 എന്ന് പറയാൻ കാരണം കൂടുതൽ പഠിപ്പിക്കാൻ തയ്യാറാണ്. 18 എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. 18 കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് പോകേണ്ടി വരും, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. 18 വയസ്സ് വരെ നമ്മൾ അവരുടെ കൺട്രോൾ വരേണ്ട. ഇവിടുത്തെ ഏതെങ്കിലും വൈപ്പിൻ ഭാഗത്ത് തന്നെയുള്ളൂ, അല്ലെങ്കിൽ അപ്പുറത്ത് പറവൂർ ഇപ്പുറത്തുള്ള ഏതെങ്കിലും സ്കൂളുമായിട്ട് ഒക്കെ ടൈപ്പിലേക്ക് വരണം. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പഠിപ്പിച്ചിട്ട് അവരെ പഠിപ്പിക്കുകയും പഠിപ്പിച്ച് അവരെ 18 വയസ്സായി കഴിയുമ്പോൾ അവർക്ക് തീരുമാനം എടുക്കാം. SLC കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ടുണ്ടാവും. തുടർന്ന് പഠിക്കണമെങ്കിൽ തുടർന്ന് പഠിക്കാനുള്ളൊരു എഗ്രിമെൻറ്റിൽ നമ്മളായിട്ട് പഠിപ്പിക്കാൻ തയ്യാറാണ്. അതുമല്ല അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കതും ചെയ്തു കൊടുക്കാം. നമുക്കെന്ന് പറയുമ്പോൾ നിങ്ങളും കൂടി കൂടിയിട്ടാണ് കേട്ടോ. ഞാൻ നമുക്കെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊന്നല്ല ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ കുട്ടികളെ സംരക്ഷിക്കുന്നത് വലിയൊരു പദ്ധതിയായിട്ടാണ്. അതാണ് ഒന്നാമത്തെ പദ്ധതി. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പല ലൈസൻസുകൾ ആവശ്യമുണ്ട്. ഫുഡിൻ്റെ ലൈസൻസ് തന്നെ 3-4 ഫുഡ് ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിൻ്റെ ലൈസൻസുകളുണ്ട്. പിന്നെ പെൺകുട്ടികളെ സംരക്ഷിക്കുമ്പോൾ ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവരായിട്ട് ചില എഗ്രിമെൻറ്റ് വെക്കണം. നമ്മൾ ജുനൈൽ ജസ്റ്റിസുമായിട്ട് ബന്ധമില്ല എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആരുടെയും ഫണ്ട് മേടിച്ചല്ല, തനത് ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികളെ സംരക്ഷിക്കുക. സർക്കാരിൻ്റെ ഒരു ഗ്രാൻഡ് ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കാരണം കൊണ്ടല്ല, ഞങ്ങളുടേതായ സേവനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മിച്ച വരുമാനം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതേ സ്ഥലത്ത് സംരക്ഷണം ആവശ്യമായ അമ്മമാർക്കായി നിർമ്മിക്കുന്ന രാധേശ്യാം മാതൃഗൃഹത്തിന്റെ തറക്കല്ലിടലും അന്ന് നടക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ S. മധു നായർ, BPCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. ശങ്കർ തുടങ്ങിയവർ പങ്കെടുക്കും. കെട്ടിടം പൂർത്തിയാകുന്നതോടെ 50 അമ്മമാർക്കും പ്രവേശനം നൽകുമെന്ന് കരയോഗം പ്രസിഡന്റ് ആലപ്പാട്ട് മുരളീധരൻ, സെക്രട്ടറി P. രാമചന്ദ്രൻ, ട്രഷറർ KT മോഹനൻ എന്നിവർ അറിയിച്ചു. സർക്കാർ സഹായമില്ലാതെ കരയോഗം നേരിട്ടാണ് ചെലവ് വഹിക്കുക.